ഓം ശാന്തി. 13/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇവിടെ നിങ്ങളുടെ എല്ലാം ഗുപ്തമാണ്. അതിനാൽ നിങ്ങൾ ഒരു പുറം മൂടിയും കാണിക്കേണ്ടതില്ല. തൻ്റെ പുതിയ രാജധാനിയുടെ ലഹരിയിലിരിക്കണം. ചോദ്യം: ശ്രേഷ്ഠ ധർമ്മത്തിൻ്റെയും ദൈവിക കർമ്മത്തിൻ്റെയും സ്ഥാപനയ്ക്ക് വേണ്ടി കുട്ടികളായ നിങ്ങൾ ഏതൊരു പ്രയത്നമാണ് ചെയ്യുന്നത്? ഉത്തരം: നിങ്ങൾ ഇപ്പോൾ 5 വികാരങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യുന്നു. കാരണം ഈ വികാരങ്ങൾ തന്നെയാണ് എല്ലാവരെയും ഭ്രഷ്ടമാക്കി മാറ്റിയത്. നിങ്ങൾക്കറിയാം, ഈ സമയം എല്ലാവരും ദൈവിക ധർമ്മത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും ഭ്രഷ്ടമാണ്, അതായത് വ്യതിചലിച്ചവരാണ്. ബാബ തന്നെയാണ് ശ്രീമത് നൽകി ശ്രേഷ്ഠ ധർമ്മത്തിൻ്റെയും ശ്രേഷ്ഠ ദൈവിക കർമ്മത്തിൻ്റെയും സ്ഥാപന ചെയ്യുന്നത്. നിങ്ങൾ ശ്രീമത്തിലൂടെ നടന്ന് ബാബയുടെ ഓർമ്മയിലൂടെ വികാരങ്ങളുടെ മേൽ വിജയം നേടുന്നു. പഠനത്തിലൂടെ സ്വയം തനിക്ക് രാജതിലകം നൽകുന്നു. ഗീതം: നിന്നെ നേടിയ ഞങ്ങൾ ലോകം നേടി. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഈ ഗീതം കേട്ടു. ആത്മീയ കുട്ടികൾ തന്നെയാണ് ബാബ എന്ന് പറയുന്നത്. കുട്ടികൾക്കറിയാം, ഇത് പരിധിയില്ലാത്ത പിതാവാണ്, പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. അതായത് ആ ഒന്ന് സർവരുടെയും പിതാവാണ്. എല്ലാവരും ആ ഒന്നിൻ്റെ പരിധിയില്ലാത്ത കുട്ടികളാണ്. ആത്മാക്കൾ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു, ഏതെങ്കിലും പ്രകാരത്തിൽ ഓർമ്മിക്കുന്നു. എന്നാൽ ആ പരംപിത പരമാത്മാവിൽ നിന്നും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു എന്നത് അവർക്കറിയില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് ബാബ നൽകുന്ന സത്യുഗി വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം അചഞ്ചലവും അഖണ്ഡവും ആടാത്തതുമാണ്. നമ്മുടെ ആ ചക്രവർത്തി പദം 21 ജന്മം നിലനിൽക്കുന്നു. മുഴുവൻ വിശ്വത്തിലും നമ്മുടെ രാജധാനി ഉണ്ടായിരിക്കുന്നു. അതിനെ ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല, കൊള്ളയടിക്കുവാൻ സാധിക്കില്ല. നമ്മുടെ രാജധാനി ആടാത്തതാണ്. കാരണം അവിടെ ഒരേ ഒരു ധർമ്മമാണുള്ളത്, ദ്വൈതമില്ല. അത് അദ്വൈത രാജ്യമാണ്. കുട്ടികൾക്ക് ഗീതം കേൾക്കുമ്പോഴെല്ലാം തൻ്റെ രാജധാനിയുടെ ലഹരി വരേണ്ടതാണ്. ഇങ്ങനെയുള്ള ഗീതങ്ങൾ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ എല്ലാം ഗുപ്തമാണ്. വലിയ വലിയ വ്യക്തികൾക്ക് വളരെയധികം പുറം മോടി ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു പുറം മോടിയുമില്ല. നിങ്ങൾക്കറിയാം, ബാബ ആരിലാണോ പ്രവേശിച്ചിരിക്കുന്നത്, അദ്ദേഹവും എത്ര സാധാരണമായാണ് ഇരിക്കുന്നത്. ഇവിടെ ഓരോ മനുഷ്യനും അൺറൈറ്റിയസും, അതായത് ഭ്രഷ്ടാചാരിയും മോശമായ പ്രവൃത്തിയുമാണ് ചെയ്യുന്നത് എന്നത് കുട്ടികൾക്കറിയാം. അതിനാൽ അവിവേകി എന്ന് പറയുന്നു. ബുദ്ധിക്ക് പൂർണ്ണമായും പൂട്ട് വീണിരിക്കുന്നു. നിങ്ങൾ എത്ര വിവേകശാലിയായിരുന്നു, വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ മായ ഇത്രയും അവിവേകി ആക്കിയിരിക്കുന്നു. അതിനാൽ ഒരു ഉപയോഗവും ഇല്ലാത്തതായിരിക്കുന്നു. ബാബയുടെ അടുക്കൽ പോകുന്നതിനായി യജ്ഞം, തപം തുടങ്ങിയവ വളരെയധികം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. വെറുതെ തിക്കും തിരക്കും കൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം അമംഗളം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം മനുഷ്യർ തമോ പ്രധാനമായി മാറുന്നു, അത്രയും അമംഗളം ഉണ്ടാവുക തന്നെ വേണം. ഋഷിമുനിമാർക്ക് മഹിമയുണ്ട്. അവർ പവിത്രമായി ഇരിക്കുമായിരുന്നു. നേതി നേതി എന്ന് പറയുമായിരുന്നു. അതായത് ഇതല്ല, ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. അതിനാൽ ശിവോഹം,
അതായത് ഞാൻ ശിവനാകുന്നു, തത്വം അത് നീയാകുന്നു, സർവവ്യാപിയാണ്, എന്നിലും നിന്നിലും എല്ലാത്തിലുമുണ്ട് എന്ന് പറയുന്നു. അവർ കേവലം പരമാത്മാവ് എന്നാണ് പറയുന്നത്. പരംപിത എന്നൊരിക്കലും പറയുകയില്ല. പരംപിതാവിനെ സർവവ്യാപി എന്ന് പറയുന്നത് തെറ്റാകുന്നു. അതിനാൽ പിന്നെ ഈശ്വരൻ അഥവാ പരമാത്മാവ് എന്ന് പറയുന്നു. പിതാവ് എന്ന വാക്ക് ബുദ്ധിയിൽ വരുന്നില്ല. ആരെങ്കിലും പറഞ്ഞാൽ തന്നെ പറയുന്നുവെന്നേ ഉള്ളൂ, അഥവാ പരംപിതാവാണ് എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ബുദ്ധി പൂർണ്ണമായും തിളങ്ങിയേനെ. ബാബ സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. ആ ഒന്ന് ഹെവൻലി ഗോഡ് ഫാദറാണ്. പിന്നെ നമ്മൾ നരകത്തിൽ എന്തിനു കിടക്കണം? ഇപ്പോൾ നമുക്ക് മുക്തിയും ജീവൻ മുക്തിയും എങ്ങനെ നേടുവാൻ സാധിക്കും? ഇതാരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ആത്മാവ് പതീതമായിരിക്കുന്നു. ആത്മാവ് ആദ്യം സതോ പ്രധാനമാണ്, വിവേകശാലിയാണ്. പിന്നീട് സതോ രജോ തമോയിലേക്ക് വരുന്നു, അവിവേകിയായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വിവേകം വന്നു കഴിഞ്ഞു. ബാബ നമുക്ക് ഈ സ്മൃതി വരുത്തിയിരിക്കുന്നു. പുതിയ ലോകമായ ഭാരതം ആയിരുന്നപ്പോൾ നമ്മുടെ രാജ്യമായിരുന്നു. ഒരേ മതത്തിൻ്റെ, ഒരേ ഭാഷയുടെ, ഒരേ ധർമ്മത്തിൻ്റെ, ഒരേ മഹാരാജ മഹാറാണിയുടെ രാജ്യമായിരുന്നു. പിന്നെ ദ്വാപരയിൽ വാമമാർഗം ആരംഭിക്കുന്നു. പിന്നെ ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ ആധാരത്തിലാകുന്നു. കർമ്മങ്ങളനുസരിച്ച് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരെണ്ണം എടുക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള കർമ്മം പഠിപ്പിക്കുകയാണ്. അതുവഴി 21 ജന്മം നിങ്ങൾ ചക്രവർത്തി പദം നേടുന്നു. അവിടെയും പരിധിയുള്ള പിതാവിനെ ലഭിക്കുന്നു. എന്നാൽ ഈ രാജധാനിയുടെ സമ്പത്ത് പരിധിയില്ലാത്ത ബാബയാൽ നൽകപ്പെട്ടതാണ് എന്ന ജ്ഞാനം അവിടെ ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ ദ്വാപര മുതൽ രാവണ രാജ്യം ആരംഭിക്കുന്നു. വികാരി സംബന്ധം ആയി പോകുന്നു. പിന്നെ കർമ്മങ്ങൾ അനുസരിച്ച് ജന്മം ലഭിക്കുന്നു. ഭാരതത്തിൽ പൂജ്യ രാജാക്കന്മാരുണ്ടായിരുന്നു, പൂജാരി രാജാക്കന്മാരുമുണ്ട്. സത്യത്രേതയിൽ എല്ലാവരും പൂജ്യരാണ്. അവിടെ പൂജയും ഭക്തിയും ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ ദ്വാപരയിൽ എപ്പോഴാണോ ഭക്തിമാർഗം ആരംഭിക്കുന്നത്, അപ്പോൾ യഥാ രാജാ റാണി തഥാ പ്രജ പൂജാരിയും ഭക്തരുമായി മാറുന്നു. സൂര്യവംശിയും പൂജ്യനുമായിരുന്ന ഏറ്റവും വലിയ രാജാവ് തന്നെ പൂജാരിയായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ വൈസ്ലെസ്, അതായത് നിർവികാരിയാകുന്നു. അതിൻ്റെ പ്രാപ്തി 21 ജന്മത്തേക്കുള്ളതാണ്. പിന്നെ ഭക്തി മാർഗം ആരംഭിക്കുന്നു. ദേവതമാരുടെ ക്ഷേത്രമുണ്ടാക്കി പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേവലം ഭാരതത്തിൽ മാത്രമാണ് നടക്കുന്നത്. 84 ജന്മങ്ങളുടെ കഥ ബാബ കേൾപ്പിക്കുന്നു. അതും ഭാരതവാസികൾക്ക് വേണ്ടിയാണ്. മറ്റ് ധർമ്മങ്ങളിലുള്ളവർ വരുന്നത് തന്നെ പിന്നീടാണ്. പിന്നെ വർധനവ് ഉണ്ടായി ഉണ്ടായി അനേകമാകുന്നു. ഭിന്ന ഭിന്ന വെറൈറ്റി ധർമ്മത്തിലുള്ളവരുടെ ഫീച്ചേഴ്സ് ഓരോ കാര്യത്തിലും ഭിന്ന ഭിന്നമായിരിക്കും. ആചാര രീതികളും ഭിന്ന ഭിന്നമായിരിക്കും. ഭക്തിമാർഗത്തിന് വേണ്ടി സാമഗ്രികളും ആവശ്യമാണ്. ബീജം ചെറുതായിരിക്കും, വൃക്ഷം എത്ര വലുതാണ്? വൃക്ഷത്തിൻ്റെ ഇലകളും മറ്റും എണ്ണുവാൻ സാധിക്കില്ല. അതേപോലെ ഭക്തിയുടെയും വിസ്താരം ഉണ്ടാകുന്നു. അനേകം ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, ഈ ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രികളെല്ലാം സമാപ്തമാകുന്നു. ഇപ്പോൾ പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഭക്തിയുടെ പ്രഭാവവും വളരെയധികമുണ്ടല്ലോ. എത്ര സുന്ദരമാണ്! നൃത്തം, മനോരഞ്ജക ദൃശ്യം, ഗീതം തുടങ്ങിയവയ്ക്ക് എത്ര ചിലവഴിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, പിതാവായ എന്നെ ഓർമ്മിക്കൂ, സമ്പത്തിനെയും ഓർമ്മിക്കൂ, തൻ്റെ ആദി സനാതന ധർമ്മത്തെ ഓർമ്മിക്കൂ. അനേകം പ്രകാരത്തിലുള്ള ഭക്തി
ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ ചെയ്തു വന്നു. സന്യാസിമാരും ആത്മാക്കളുടെ വാസസ്ഥാനമായ തത്വത്തെ പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. ബ്രഹ്മത്തെ അഥവാ തത്വത്തെയാണ് ഓർമ്മിക്കുന്നത്. വാസ്തവത്തിൽ സന്യാസിമാർ സതോ പ്രധാനമായിരിക്കെ അവർ കാട്ടിൽ പോയി ശാന്തിയിൽ വസിക്കേണ്ടതാണ്. അവർക്ക് ബ്രഹ്മത്തിൽ പോയി ലയിക്കേണ്ടതുണ്ട് എന്നല്ല. ബ്രഹ്മത്തിൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ, ശരീരം ഉപേക്ഷിക്കുന്നതിലൂടെ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും എന്നവർ മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ലയനം ഉണ്ടാവുക സാധ്യമല്ല. ആത്മാവ് അവിനാശിയാണല്ലോ, അത് എങ്ങനെ ലയിക്കും? ഭക്തിമാർഗത്തിൽ എത്ര തലയിട്ടടിക്കുന്നു. ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ വരും എന്ന് പിന്നെ പറയുന്നു. ഇപ്പോൾ ആരാണ് റൈറ്റ്? അവർ പറയുന്നു, നമ്മൾ ബ്രഹ്മവുമായി യോഗം വച്ച് ബ്രഹ്മത്തിൽ ലയിച്ചു ചേരും എന്ന്. ഗൃഹസ്ഥധർമ്മത്തിലുള്ളവർ പറയുന്നു, ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ പതീതരെ പാവനമാക്കുവാൻ വരും എന്ന്. മുകളിൽ നിന്നും പ്രേരണയിലൂടെ പഠിപ്പിക്കുകയൊന്നുമില്ല. ടീച്ചർ വീട്ടിലിരുന്നു കൊണ്ട് എന്ത് പ്രേരണ നൽകുവാനാണ്? പ്രേരണ എന്ന വാക്കേയില്ല. പ്രേരണയിലൂടെ ഒരു കാര്യവും നടക്കുന്നില്ല. ശങ്കറിൻ്റെ പ്രേരണയിലൂടെ വിനാശം എന്ന് പറയുന്നു. പക്ഷേ ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്. അവർക്ക് ഈ മൂസലങ്ങളും മറ്റും, അതായത് മിസൈൽസും മറ്റും ഉണ്ടാക്കുക തന്നെ വേണം. ഇത് കേവലം മഹിമ പാടപ്പെടുന്നതാണ്. അതായത് പ്രേരണയിലൂടെ നടക്കും എന്ന് പറയുന്നത് മഹിമ പാടിയിരിക്കുന്നതാണ്. ആരും തന്നെ തൻ്റെ മുതിർന്നവരുടെ മഹിമ അറിയുന്നില്ല. ധർമ്മസ്ഥാപകനെയും ഗുരു എന്ന് പറയുന്നു. എന്നാൽ അവർ കേവലം ധർമ്മം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ആരാണോ സദ്ഗതി ചെയ്യുന്നത് ആ ഒന്നിനെയാണ് ഗുരു എന്ന് പറയുന്നത്. അവരാണെങ്കിൽ ധർമ്മം സ്ഥാപിക്കുവാനായി വരുന്നു. അവർക്ക് പിന്നാലെ അവരുടെ വംശാവലി വന്നുകൊണ്ടിരിക്കുന്നു. ആരുടെയും സദ്ഗതി ചെയ്യുന്നില്ല. അപ്പോൾ അവരെ ഗുരു എന്നെങ്ങനെ പറയും? ഗുരു ഒന്ന് തന്നെയാണ്. ആ ഒന്നിനെ സർവരുടെയും സദ്ഗതി ദാതാവ് എന്ന് പറയുന്നു. ഭഗവാനാകുന്ന ബാബ തന്നെയാണ് വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. ആ ഒന്നിൻ്റെ ഓർമ്മ ഒരിക്കലും ആരിൽ നിന്നും വിട്ടുപോവുക സാധ്യമല്ല. പതിയോട് എത്ര തന്നെ സ്നേഹമുണ്ടായിരുന്നാലും ഹേ ഭഗവാനെ, ഹേ ഈശ്വര എന്ന് തീർച്ചയായും പറയും. കാരണം ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് മുഴുവൻ രചനയാണ്. രചയിതാവ് പിതാവായ ഞാനാണ്. സർവർക്കും സുഖം നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. സഹോദരന് സഹോദരന്മാർക്ക് സമ്പത്ത് നൽകുവാൻ സാധിക്കില്ല. സമ്പത്ത് എപ്പോഴും പിതാവിൽ നിന്നാണ് ലഭിക്കുന്നത്. പരിധിയില്ലാത്ത കുട്ടികളായ നിങ്ങൾക്കേവർക്കും പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. അതിനാൽ തന്നെയാണ് എന്നെ ഓർമ്മിക്കുന്നത്, ഹേ പരംപിത മാപ്പ് നൽകൂ, ദയ കാണിക്കൂ എന്നെല്ലാം. ഒന്നും മനസ്സിലാക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ അനേകം പ്രകാരത്തിലുള്ള മഹിമ ചെയ്യുന്നു. ഈ ഒന്നും ഡ്രാമയനുസരിച്ച് തൻ്റെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ആരെങ്കിലും വിളിക്കുന്നതിലൂടെ വരുന്നതല്ല. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. ഡ്രാമയിൽ ഞാൻ വരുന്നതിൻ്റെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അനേകം ധർമ്മങ്ങളുടെ വിനാശവും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും, കലിയുഗത്തിൻ്റെ വിനാശവും സത്യയുഗത്തിൻ്റെ സ്ഥാപനയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ എൻ്റെ സമയമാകുമ്പോൾ സ്വയമേ വരുന്നു. ഈ ഭക്തിമാർഗത്തിൻ്റെ പാർട്ടും ഡ്രാമയിലുണ്ട്. ഇപ്പോൾ ഭക്തിമാർഗത്തിൻ്റെ പാർട്ട് പൂർത്തിയായി, അതിനാൽ വന്നിരിക്കുകയാണ്. കുട്ടികളും പറയുന്നു, ഇപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. 5000 വർഷത്തിനു ശേഷം വീണ്ടും അങ്ങയുടെ കൂട്ടുകെട്ട് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ബാബ
അങ്ങ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ തന്നെയാണ് വന്നിരുന്നത്. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു, പിന്നീട് ഒരിക്കലും ലഭിക്കുകയില്ല. ഇതാണ് ജ്ഞാനം, അതാണ് ഭക്തി. ജ്ഞാനത്തിൻ്റെതാണ് പ്രാപ്തി, കയറുന്ന കല. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയുന്നു. ജനകൻ സെക്കൻഡിൽ ജീവൻ മുക്തി നേടി എന്ന് പറയുന്നു. ഒരു ജനകൻ മാത്രമാണോ ജീവൻ മുക്തി നേടിയത്? ജീവൻ മുക്തി എന്നാൽ ജീവനെ ഈ രാവണ രാജ്യത്തിൽ നിന്നും മുക്തമാക്കുന്നു. ബാബയ്ക്കറിയാം എല്ലാ കുട്ടികളുടെയും എത്ര ദുർഗതി ഉണ്ടായിരിക്കുന്നു. അവരുടെ സദ്ഗതി പിന്നെ ഉണ്ടാകണം. ദുർഗതിയിൽ നിന്നും പിന്നെ ഉയർന്ന ഗതി, മുക്തിയും ജീവൻ മുക്തിയും നേടുന്നു. ആദ്യം മുക്തിയിൽ പോയി പിന്നെ ജീവൻ മുക്തിയിൽ വരും. ശാന്തിയിൽ നിന്നും പിന്നെ സുഖധാമത്തിലേക്ക് വരും. ഈ ചക്രത്തിൻ്റെ മുഴുവൻ രഹസ്യവും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ മറ്റു ധർമ്മങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സൃഷ്ടി അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഈ സമയം ഈ മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷം പൂർണ്ണമായും തമോ പ്രധാനവും ജീർണിച്ചു പോയി. ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ മുഴുവനും ജീർണിച്ചു. ബാക്കി എല്ലാ ധർമ്മങ്ങളും നിൽക്കുന്നു. ഭാരതത്തിൽ ഒരാൾ പോലും സ്വയം ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ദേവതാ ധർമ്മത്തിലേതാണ്, പക്ഷേ നമ്മൾ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതായിരുന്നു എന്നത് ഈ സമയം മനസ്സിലാക്കുന്നില്ല. കാരണം ദേവതമാർ പവിത്രമായിരുന്നു, നമ്മൾ പവിത്രമല്ല എന്ന് മനസ്സിലാക്കുന്നു. അപവിത്രവും പതീതവുമായ നമ്മൾ സ്വയം ദേവതയാണ് എന്നെങ്ങനെ പറയും? ഇതും ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ രീതി ഉണ്ടാകുന്നു. ജനസംഖ്യയുടെ കണക്കെടുക്കുന്നതിലും ഹിന്ദു ധർമ്മം എന്നെഴുതുന്നു. ഗുജറാത്തി ആയിരുന്നാലും ഹിന്ദു ഗുജറാത്തി എന്ന് പറയും. ഹിന്ദു ധർമ്മം എവിടെ നിന്നും വന്നു എന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ ആർക്കും തന്നെ അറിയില്ല. നമ്മുടെ ധർമ്മം കൃഷ്ണൻ സ്ഥാപിച്ചു എന്ന് കേവലം പറയുന്നു. എപ്പോൾ? ദ്വാപര മുതൽ തന്നെയാണ് തൻ്റെ ധർമ്മത്തെ മറന്ന് ഇവർ ഹിന്ദു എന്ന് പറയാൻ തുടങ്ങിയത്. അതിനാൽ അവരെ ദൈവീക ധർമ്മഭ്രഷ്ടർ എന്ന് പറയുന്നു. അവിടെ എല്ലാവരും നല്ല കർമ്മം ചെയ്യുന്നു, ഇവിടെ എല്ലാവരും മോശമായ കർമ്മം ചെയ്യുന്നു. അതിനാൽ ദേവി ദേവതാ ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരും എന്ന് പറയുന്നു. ഇപ്പോൾ വീണ്ടും ശ്രേഷ്ഠ ധർമ്മത്തിൻ്റെയും ശ്രേഷ്ഠ ദേവതാ കർമ്മത്തിൻ്റെയും സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ പറയുന്നു, ഇപ്പോൾ ഈ 5 വികാരങ്ങളും ഉപേക്ഷിക്കൂ. ഈ വികാരങ്ങൾ പകുതി കൽപ്പമായി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഒരു ജന്മത്തിൽ ഇതിനെ ഉപേക്ഷിക്കണം. ഇതിൽ തന്നെയാണ് പ്രയത്നമുണ്ടാകുന്നത്. പ്രയത്നമില്ലാതെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുകയില്ല. ബാബയെ ഓർമ്മിക്കുമ്പോൾ തന്നെയാണ് സ്വയം തനിക്ക് നിങ്ങൾ രാജപദത്തിൻ്റെ തിലകം നൽകുന്നത്, അതായത് രാജധാനിയുടെ അധികാരിയാകുന്നത്. എത്ര നല്ല രീതിയിൽ ഓർമ്മയിലിരിക്കുമോ, ശ്രീമത്ത് അനുസരിച്ച് നടക്കുമോ, എങ്കിൽ നിങ്ങൾ രാജാക്കന്മാരുടെയും രാജാവാകും. പഠിപ്പിക്കുന്ന ടീച്ചർ പഠിപ്പിക്കുവാനായി വന്നിരിക്കുകയാണ്. ഈ പാഠശാല തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെതാണ്. നരനിൽ നിന്നും നാരായണനാക്കുന്നതിൻ്റെ കഥ കേൾപ്പിക്കുന്നു. ഈ കഥ എത്ര പ്രശസ്തമാണ്. ഇതിനെ അമരകഥ, സത്യനാരായണൻ്റെ കഥ, മൂന്നാമത്തെ നേത്രത്തിൻ്റെ കഥ എന്നും പറയുന്നു. 3ൻ്റെ അർത്ഥവും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തിമാർഗത്തിൻ്റെതാണെങ്കിൽ വളരെയധികം കഥകളുണ്ട്. നോക്കൂ, ഗീത എത്ര നല്ലതാണ്. ബാബ നമ്മളെ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാക്കുന്നു. ആ അധികാരത്തെ ആർക്കും കൊള്ളയടിക്കുവാൻ സാധിക്കില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ഈ സ്മൃതി വയ്ക്കണം, നമ്മൾ ഏകമതം, ഏകരാജ്യം, ഏകധർമ്മം എന്നതിൻ്റെ സ്ഥാപനയ്ക്ക് നിമിത്തമാണ്. അതിനാൽ ഏകമതമായിരിക്കണം. സ്വയം തനിക്ക് രാജപദവിയുടെ തിലകം നൽകുന്നതിനായി വികാരങ്ങളെ ഉപേക്ഷിക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യണം. പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. വരദാനം: കർമാതീത സ്റ്റേജിൽ സ്ഥിതി ചെയ്ത് 4 ഭാഗത്തുമുള്ള സേവനങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. മുന്നോട്ട് പോകവേ 4 ഭാഗത്തുമുള്ള സേവനത്തിൻ്റെ വിസ്താരത്തെ ഹാൻഡിൽ ചെയ്യുന്നതിനായി ഭിന്ന ഭിന്ന ഉപാധികൾ സ്വീകരിക്കേണ്ടി വരും. കാരണം ആ സമയത്ത് കത്തിടപാടുകളോ ടെലിഗ്രാമോ ടെലിഫോണോ ഒന്നും പ്രവർത്തിക്കുകയില്ല. ഇങ്ങനെയുള്ള സമയത്ത് വയർലെസ് സെറ്റ് ആവശ്യമാണ്. ഇതിനുവേണ്ടി ഈ നിമിഷം കർമ്മയോഗിയും ഇപ്പോൾ തന്നെ കർമാതീത സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അപ്പോൾ 4 ഭാഗത്തും സങ്കല്പത്തിൻ്റെ സിദ്ധിയിലൂടെ സേവനത്തിൽ സഹയോഗി ആകുവാൻ സാധിക്കും. സ്ലോഗൻ: പരമാത്മാ സ്നേഹത്തിൻ്റെ പാലനയുടെ സ്വരൂപമാണ് താങ്കളുടെ സഹജയോഗി ജീവിതം. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നമാകൂ. ഓരോരുത്തരും 2 കാര്യങ്ങൾ വിശേഷിച്ച് ശ്രദ്ധയിൽ വയ്ക്കേണ്ടതുണ്ട്. 1. സദാ സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്നതിൻ്റെ യൂണിറ്റി. 2. അന്യോന്യം വിശ്വാസം വച്ച് സദാ സന്തുഷ്ടമായിരിക്കണം. സർവരെയും സന്തുഷ്ടം ആക്കുകയും വേണം. എപ്പോഴാണോ ഈ 2 കാര്യങ്ങൾ സദാ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ ബാബ ആരാണോ എങ്ങനെയാണോ അതുപോലെ കാണപ്പെടും, പ്രത്യക്ഷത ഉണ്ടാവുകയും ചെയ്യും. ശാന്ത സുന്ദരമായ എൻ്റെ ആത്മസ്വരൂപം ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ ഞാൻ കാണുന്നു. ഇരുപുരികങ്ങൾക്കും മധ്യത്തിൽ ഒരു സൂക്ഷ്മ നക്ഷത്രമായി പ്രകാശിക്കുന്ന ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തി എൻ്റെ സ്വധർമ്മമാണ്. ശാന്തിധാമം എൻ്റെ നിജധാമമാണ്. ശാന്തി സാഗരൻ എൻ്റെ പരമപിതാവാണ്. ശാന്തസ്വരൂപമായ എൻ്റെ തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സിനെ സ്ഥിതി ചെയ്യിക്കുമ്പോൾ ശാന്തി എൻ്റെ നൈസർഗിക ഗുണമായി ഞാൻ അനുഭവിക്കുന്നു. സൂക്ഷ്മ പ്രകാശബിന്ദുവായ ശാന്തസ്വരൂപ ആത്മാവിൽ നിന്നും
ശാന്തിയുടെ തരംഗങ്ങൾ ഒഴുകുന്നു. എനിക്ക് ചുറ്റും പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് അനന്ത വിശാലമായ എൻ്റെ നിജധാമത്തിലേക്ക്, ആത്മഗ്രഹത്തിലേക്ക് പോകുന്നു. ശാന്തിധാമമാകുന്ന ആത്മഗ്രഹത്തിലേക്ക് ഞാൻ സങ്കൽപ്പശക്തിയിലൂടെ എത്തിച്ചേരുന്നു. സമ്പൂർണ്ണ ശാന്തത നിറഞ്ഞ ദിവ്യപ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ ശാന്തിധാമത്തിൽ ഗഹനമായ ശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരിധികളില്ലാത്ത ഈ ശാന്തി ദേശത്തിൽ ശാന്തിയുടെ അനന്ത സ്രോതസ്സായ ശിവപരമാത്മാവിലേക്ക് എൻ്റെ മനസ്സും ബുദ്ധിയും ആകർഷിക്കപ്പെടുന്നു. മനോബുദ്ധികളുടെ നേത്രത്താൽ ശാന്തി സാഗരമായ ശിവപിതാവിനെ കണ്ടുകൊണ്ട് ശിവസാഗരത്തിൻ്റെ സമീപം ഇരിക്കുമ്പോൾ നിസ്സീമമായ ഈശ്വരീയ ശാന്തി എന്നെ ആവരണം ചെയ്യുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും വരുന്ന ശാന്തിയുടെ പ്രകാശവീചികൾ എന്നിൽ പതിക്കുമ്പോൾ ഈശ്വരീയ ശാന്തിയുടെ ആഴങ്ങൾ ഞാൻ അറിയുന്നു. അതുല്യമായ ഈ ശാന്തിയുടെ അനുഭവത്തിൽ മഗ്നമാകുമ്പോൾ എൻ്റെ യഥാർത്ഥ ഗുണം, എൻ്റെ നിജസ്വരൂപം ഞാൻ തിരിച്ചറിയുന്നു. മാനസിക സന്തുലനത്തിൻ്റെ പരിപൂർണ അവസ്ഥ ഉൾക്കൊള്ളുന്ന ഈ ഗഹന ശാന്തിയുടെ
അനുഭൂതിയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. ശാന്തി സാഗരമായ ശിവപിതാവിൻ്റെ മധുര സ്മൃതി ഉൾക്കൊള്ളുന്ന ഈ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മുഴുവൻ വിശ്വത്തിലേക്കും ഈശ്വരീയ ശാന്തിയുടെ ഉജ്ജ്വല കിരണങ്ങൾ ഞാൻ വ്യാപിപ്പിക്കുന്നു. ശാന്തിയുടെ ഈ ദിവ്യ പ്രകാശബീജികൾ വിശ്വത്തിലെ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരിലും ഈശ്വരീയ ശാന്തി നിറഞ്ഞു കവിയുന്നു. ഈശ്വരീയ ശാന്തിയുടെ പ്രവാഹം പ്രകൃതിയിലെ പഞ്ചതത്വങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയ്ക്കുന്നു. ശാന്തി നിർഭരമായ ഈ സ്വരൂപം നിലനിർത്തി പുരിക മധ്യത്തിലെ അകാല സിംഹാസനത്തിൽ ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈശ്വരീയ ശാന്തിയുടെ തരംഗങ്ങൾ സർവ ജീവജാലങ്ങൾക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ഓം ശാന്തി.